ഹായ് ഹലോ നമസ്കാരം. ഞാൻ അഭിനവ് കൃഷ്ണൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. ഇന്നലെ ഷമീറിൻ്റെ ലൈവ് എത്ര പേര് കണ്ടു കാണും? ഞാനും വെളുപ്പിന് 12 മണിയോളം ഇരുന്ന് കണ്ട ഒരു ലൈവാണ്. എനിക്ക് തോന്നിയതുപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ലൈവ് കാണാനില്ല, യൂട്യൂബിൽ ലൈവ് കാണാനില്ല. കേരളം കത്തിക്കും, കേരളം വെള്ളത്തിലാക്കും, വെള്ളപ്പൊക്കത്തിലാക്കും എന്നൊക്കെ ഷമീർ പറഞ്ഞു. ഷമീർ ലൈവിൽ വന്നു, ഒരുപാട് തെളിവുകൾ കൊണ്ട് ഷമീർ ലൈവിൽ വന്നു. 3 കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് തോന്നിയതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. 1, തൊപ്പി കൊച്ചു പെൺകുട്ടിയെ, 18 വയസ്സ് തികയാത്ത കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷമീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ തെളിവും തൊപ്പി പറയുന്ന രീതിയും, കൊച്ചു കുട്ടികളെ പറയുന്ന രീതിയും, പെൺകുട്ടികളെ അനാവശ്യമായിട്ട് പറയുന്ന രീതിയുമൊക്കെ ഷമീർ വോയിസ് തൊപ്പി പറഞ്ഞ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു. ഒന്നാമത്തെ കാര്യം. പക്ഷേ ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഷമീറിൻ്റെ ഭാഗത്തു നിന്ന് കുറേ സമയം വന്ന കുറേ വാക്കുണ്ട്. തൊപ്പി നിങ്ങളുടെ വീട്ടിലാണ് കയറി നിങ്ങളുടെ സഹോദരിമാർ റേപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് ഒരുപാട് അത് ടാർഗറ്റ് ചെയ്ത് പറയും പോലെ ഒരുപാട് അവനിങ്ങനെ പറഞ്ഞു. 18 വയസ്സ് കഴിയാത്ത നിങ്ങളുടെ പെങ്ങന്മാരെയാണ് തൊപ്പി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ലൈവ് അവസാനിക്കുന്നവരെയും അവൻ ഒരു കാര്യങ്ങൾ കാണിച്ച ശേഷം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നൊരു കാര്യമായിട്ട് തോന്നിയത്, ഒരു വീഡിയോ അവർ കാണിച്ചു. അതായത് തൊപ്പിയുടെ റൂമിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കഞ്ചാവോ അങ്ങനെ എന്തോ ഡ്രഗ്സ് എടുക്കുന്ന വീഡിയോ കാണിച്ചു. ഒരു കാര്യം ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും, ആ ഒരു സാധനം പ്രീ പ്ലാൻഡായിട്ട് ചെയ്തൊരു സാധനമാണ്. നിഹാദ് വീട്ടിലില്ലാത്ത സമയത്ത് നിഹാദിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യമാണ്. അത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു തുറന്നൊരു പച്ച ഒരു ഗ്രീൻ ബോക്സിനകത്ത് വയ്ക്കുമോ ഇങ്ങനെയുള്ള സാധനങ്ങൾ? പിന്നെ മദ്യപിക്കില്ല എന്നൊന്നും തൊപ്പി പറഞ്ഞിട്ടില്ല. പക്ഷേ മദ്യപിക്കുന്ന കാര്യവും ഒരുപാട് വോയിസ്, പെൺകുട്ടികളെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്ന ഒരുപാട് വോയിസ് ഉണ്ട്. പക്ഷേ അത് വേറൊരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാഷ്വൽ ടോക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ആ ഒരു കളിയാക്കി സംസാരിക്കുന്ന രീതി, കളിയിൽ സംസാരിക്കുന്ന രീതിയാണ്. പിന്നെ അവൻ വിളിക്കുന്ന കുറേ ചീത്തയും അവരോട് സംസാരിക്കുന്ന കുറേ സംസാരവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതെല്ലാം കണ്ടിട്ട് അത്ഭുതം തോന്നിയ അല്ലെങ്കിൽ ഒരു ഞെട്ടലായിട്ട് തോന്നിയ കുറച്ചെങ്കിലും ഞാനിരുന്ന് ആലോചിച്ചൊരു കാര്യമുണ്ടേ. ജാസി പറഞ്ഞൊരു കാര്യമുണ്ട് ലൈവിൽ വന്നിരുന്നിട്ട്. നമ്മളവിടെ വന്നതിന് ശേഷം ഇപ്പോഴൊന്നുമല്ല, വന്നിട്ട് 1 മാസം കഴിഞ്ഞുടൻ നിന്നെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം നിനക്കുള്ള തെളിവുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. തൊപ്പി അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കുക, അവന്മാരെ ഇത്രയും വളർത്തി വലുതാക്കി ഇവിടേക്ക് എത്തി എല്ലാ ഫെയിമും കൊടുത്തതിന് ശേഷം ഈ തൊപ്പിയെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ നിഹാദിനെ തകർക്കാനായിട്ട് അവരിങ്ങനെ ചെയ്തെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം വിഷമുള്ളതായിരിക്കും. അസ്പാക്കോ അങ്ങനെ എന്തോ ഒരു പയ്യൻ വന്നു, അവനും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവൻ്റെ കയ്യിൽ കുറേ വോയിസും കുറേ റെക്കോർഡും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഷമീർ വേറെന്തൊക്കെയോ തെളിവ്, ഹനാൻഷയായിട്ടുള്ള തെളിവ് എന്തൊക്കെയോ കൊണ്ടുവന്ന് പറയും. ഹനാൻഷയും ഹനാൻഷയുടെ കൂട്ടുകാരോ ഫാമിലി മെമ്പേഴ്സോ ഇരുന്ന് ഫുഡ് കഴിക്കുന്നൊരു സംഭവത്തിൽ തൊപ്പി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അപമാനം അല്ലെങ്കിൽ അനാവശ്യം പറയുന്ന രീതിയിലുള്ള വോയിസും നമ്മുടെ ഷമീർ പുറത്തുവിട്ടു. എത്രത്തോളം അത് വാസ്തവമാണ്, എത്രത്തോളം സത്യമാണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ. പിന്നെ വേറൊരു കാര്യം പറയാം. ലൈവ് അട്ടർ ഫ്ലോപ്പായിരുന്നു ഷമീറിൻ്റെ. 1,00,000 ആൾക്കാർ ലൈവിൽ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൈവിൽ ആൾക്കാർ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ലാഗായിരുന്നു ലൈവ്, ഭയങ്കര ബോറിംഗ് ആയിരുന്നു ലൈവ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല, എന്നാലും രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടാവാം.
ഇന്ന് എന്തായാലും ഇന്നലെ റാംബോ ശരത്തിൻ്റെ ലൈവ് ഉണ്ടാകും എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ ഇന്നലെ ഉണ്ടായില്ല. ഇന്നിനി അവരുടെ റാംബോയുടെ ലൈവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റാംബോയുടെ ലൈവ് നോക്കിയിരുന്നു, കിട്ടിയില്ല. ഷമീറിൻ്റെ ലൈവ് നോക്കിയിരുന്നു, ഷമീർ ലൈവിൽ വന്ന് ഭയങ്കര സ്ലോ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ തൊപ്പി പറഞ്ഞ എല്ലാ കാര്യവും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ പോലും എല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽ, അതായത് പൈസ കയറിയിരിക്കുന്ന ട്രാൻസാക്ഷൻ മൊത്തവും നിഹാദിൻ്റെ അക്കൗണ്ടാണ് എന്നുള്ള രീതിയിലുള്ള തെളിവാണ് ആദ്യം വച്ചത്. പിന്നെ മാസ്റ്റർബേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പൊതുവെ എനിക്കറിയില്ല, പൊതുവെ പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പബ്ലിക്കായിട്ട് ആരെങ്കിലും ചെയ്യുമോ? അതെനിക്ക് ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാണ് പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പബ്ലിക്കായിട്ട് ചെയ്യുകയും, പിന്നെ ഷമീർ തന്നെ പറഞ്ഞു, മമ്മു വന്ന് പറഞ്ഞു, നീ ആ വീഡിയോ പുറത്ത് വിടൂ, നീ ബാക്കി വീഡിയോ പുറത്ത് വിടൂ, ധൈര്യം ഉണ്ടെങ്കിൽ നീ പുറത്ത് വിട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാര്യം, തൊപ്പി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ, പിന്നെ അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ ബ്ലഡ് യൂറിനൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു എല്ലാവരും. പ്രീ പ്ലാൻഡ് ആണല്ല, എല്ലാം പ്ലാൻഡ് ആണ്. ഒന്നുകിൽ ഇത് അവരുടെ ഗ്യാങ് ഹൗസ് കൂടി ചേർന്ന്, പക്ഷെ സ്വന്തമായിട്ട് ഇങ്ങനെ അപമാനിച്ച് സ്വന്തമായിട്ട് കുറ്റം കണ്ടുപിടിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം മാത്രം അവർ ചെയ്യുന്നില്ല. അവരെന്തുകൊണ്ട് MRC ടാഗ് കളയുന്നില്ല? എന്തുകൊണ്ട് MRC ടാഗ് അവർ കളയുന്നില്ല? അവർ തമ്മിൽ ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ MRC ടാഗ് ആദ്യം കളയണമായിരുന്നു. തൊപ്പിയുടെ ലൈവ് കണ്ടപ്പോൾ ഇപ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമായൊരു കാര്യം മനസ്സിലായത്. അതായത് തൊപ്പിയേക്കാൾ ഉയരത്തിലെത്തുക. കാരണം ജാസി പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലാണ്ടങ്ങ് ജാസിയുടെ വായി നിറയെ വീണുപോയതായിരിക്കാം. ഒരുപാട് റെക്കോർഡ് തൊപ്പി വീട്ടിലുണ്ടാവുന്ന, സംസാരിക്കുന്ന. പിന്നെ റാംബോ അസ്പാക്കിൻ്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പെൺകുട്ടിയോട് തൊപ്പിയും നമ്മുടെ ഷമീർ ഇഷ്ടത്തിലായിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് വന്ന കുട്ടിയാണ്, 18 വയസ്സ് തികയാത്ത കുട്ടിയാണ്. അതിൽ അവർ റേപ്പ് ചെയ്തു. എന്നിട്ട് തൊപ്പി പിന്നെ മൈൻഡ് ചെയ്തില്ല. അത് ഷമീറിന് ഭയങ്കര, റാംബോ ആരോടോ പറയുന്നതാണ്, അതും അസ്പാക്കിൻ്റെ അടുത്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ പറയും. പിന്നെ അസ്പാക്ക് വന്നിട്ട് അവൻ്റെ കൂട്ടുകാരൻ തൊപ്പിയോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ കാശ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലും അസ്പാക്ക് തിരിച്ചു പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ നിഹാദ് നമ്മുടെ മമ്മൂന് അയച്ചു കൊടുത്ത ഓരോ പേയ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ പോയി ശ്രദ്ധിക്കുന്നെങ്കിൽ ഇപ്പോൾ പോയി പോസ് ചെയ്യുക, ഡേറ്റ് പോയി ശ്രദ്ധിച്ചിട്ട് വരിക. ഡേറ്റ് ശ്രദ്ധിക്കുക. എന്തൊക്കെയോ അതിലും തകരാറുകളുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, അവരുടെ ലൈവ് കാണുക, എൻ്റർടൈൻ ആവുക, ആരെയും കൂടുതൽ ഫാനിസം ഉണ്ടാക്കിയെടുക്കരുത്. എനിക്ക് ചില കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേരുടെ ഭാഗത്തു നിന്നാലും ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവൻ്റെ ഉമ്മാക്ക് വേണ്ടിയും വാപ്പാക്ക് വേണ്ടിയും അവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയും അവളുടെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ലൈവാണെന്ന് പറഞ്ഞിട്ട് ആ ലൈവ് മൊത്തം ചീത്ത വിളിയായിരുന്നു. എന്തിനാണ് ലൈവ് കിടന്ന് ചീത്ത വിളിക്കുന്നത്? നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്കുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തി ലൈവ് വന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റാണ്. ഒരു കാര്യം ആലോചിച്ചു, എത്ര കൊച്ചു കുട്ടികൾ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. ഡ്രഗ്സ് ആരാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കയ്യിൽ കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവന്മാർ പറയുക, ലൈവായിട്ടോ നിങ്ങൾ പറയുക. ആലോചിച്ച് നോക്കുക, കഷ്ടം. ആരും നല്ലവരല്ല. ഇപ്പോൾ ഈ പറയുന്ന ഷമീറായാലും ഈ പറയുന്ന ഞാനായാലും തൊപ്പിയായാലും ആരും നല്ലവരല്ല. എല്ലാവർക്കും ഉണ്ടായിരിക്കും പോസിറ്റീവ്, എല്ലാവർക്കും ഉണ്ടായിരിക്കും നെഗറ്റീവ്. ഈ നെഗറ്റീവിനെ കുറച്ച് നമ്മൾ മാറ്റി നിർത്തിയ സമൂഹത്തിലോട്ട് പോസിറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. പെട്ടുപോയവരുണ്ട്, ചതിക്കപ്പെട്ടവരുണ്ട്. കൂട്ടുകാരെ അതിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടൊരു വ്യക്തികളിൽ ഒരാളാണ് ഞാനും. അതിൻ്റെ ഏറ്റവും കൂടുതൽ വില എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ തൊപ്പിയെക്കുറിച്ച് പറയുന്നു, എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്നു, എന്ത് വേണം നിങ്ങൾ ഇട്ടോ. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് കമൻ്റായിട്ട് വേണ്ടത്. അപ്പോൾ ശരി, എന്തായാലും ഇന്ന് തൊപ്പിയുടെ ലൈവ് വരട്ടെ, ബാക്കി കാണാം.